നല്ല ഗ്ലോയിങ് സ്കിന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ സ്കിന്നിൽ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ സ്കിന്നിൽ നിന്ന് എത്ര വലിയ കറുപ്പിനെയും പീല് ചെയ്ത് മാറ്റി നല്ല ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാം. ചർമ്മത്തിൻ്റെ തിളക്കം കൂട്ടാൻ വേണ്ടി ഇന്ന് പല മാർഗങ്ങളുമുണ്ട്, പല ട്രീറ്റ്മെൻറ്റുകളുമുണ്ട്. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല. ഈ കാണുന്ന പോലെ ഗ്ലോ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതിനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയവും ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്ന ഈ ഒരു കാര്യം നിങ്ങൾ 1-2 ദിവസം ഒന്ന് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ് സ്കിന്നിനുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. കൊറിയക്കാരെ പോലെയും ജപ്പാനീസുകാരെ പോലെയും വെട്ടിത്തിളങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിപണിയിൽ കിട്ടുന്ന ക്രീമുകൾ മേടിച്ച് സ്കിന്നിൽ തേച്ച് സ്കിൻ നശിപ്പിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ക്രീം നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ ഫേസ് സ്കിന്നുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ്. സമയം കളയാതെ തന്നെ ആ ഒരു സംഭവം തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണാം. അതിലേക്ക് പോകാം. നമുക്ക് ക്രീം തയ്യാറാക്കിയാലോ? നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കണം. വെള്ളത്തിൻ്റെ ഒരു തുള്ളി അംശം പോലും ആ പാത്രത്തിന് കാണാൻ പാടില്ല കേട്ടോ. ഡ്രൈ പാത്രം തന്നെ എടുത്താലേ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം കുറേ നാളിരിക്കുള്ളൂ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം കേടായി പോകും. 2 ടേബിൾ സ്പൂണോളം അലോവേറ ജെൽ എടുക്കുക. അലോവേറ ജെല്ല് നിങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേറ ജെല്ലിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അലോവേറ ജെൽ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ റോസ് വാട്ടറും കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. കണ്ടോ, നല്ല പോലെ മിക്സാക്കി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി അത് തിക്കായി മാറും. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് വാസലൈനാണ് ചേർത്ത് കൊടുക്കുന്നത്. വാസലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിങ് ജെല്ല്. നമ്മുടെ ഫേസ് സ്കിന്നിന് വളരെ നല്ലതാണ്. ഡെഡ് കോശങ്ങളെ ഇല്ലാതാക്കാനും സ്കിന്നുണ്ടാകുന്ന റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ, ടാനി എന്നിവയൊക്കെ മാറ്റാനും ഒക്കെ നമ്മുടെ വാസലൈൻ നിന്ന് സാധിക്കും. അതും കൂടി ചേർത്ത് മിക്സാക്കി കൊടുത്തപ്പോഴത്തേക്ക് ഒന്ന് കട്ടിയായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കുക. അപ്പോഴത്തേക്ക് കണ്ടോ, ഇതേ രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവെന്ന് പറയുന്നത് 1/2 ടേബിൾ സ്പൂണോളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വിറ്റാമിൻ ഇയുടെ കുറവുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ടാനും പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. ഒരു വിറ്റാമിൻ ഇ ടാബ്ലറ്റും കൂടി ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയ രീതിയിൽ തന്നെ ഇതേപോലെ വെക്കാം. അതല്ലെങ്കിൽ എയർ കയറാത്ത ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കംഫർട്ടബിളിനനുസരിച്ച് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കുക. നൈറ്റാണ് ഇടേണ്ടത്. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഫേസിനുണ്ടാവുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. 1-2 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടും. കണ്ടല്ലോ, അടിപൊളി സംഭവമല്ലയോ? ഇത് നിങ്ങൾക്ക് ബാക്കി വരുന്നത് സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പുറത്ത് വെച്ചാലും കേടാകുക പോലും ചെയ്യില്ല. എന്തായാലും ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. നല്ല ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാൻ ഇനി ഒന്നും തന്നെ വേണ്ട. ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഫേസ് മാത്രമല്ല, കൈകളിലും ഒക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. 100% ഗ്ലോയിങ് സ്കിൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും ഇത് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. കാണിച്ച സംഭവം കണ്ടോ, പീല് ചെയ്തു പോകുന്നത്. ഡെഡ് സ്കിൻ പീല് ചെയ്ത് മാറ്റി നല്ല ഗ്ലോയിങ് സ്കിൻ നേടാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രീമിൽ നിന്ന് സാധിക്കും. എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കണ്ടല്ലോ. എന്തായാലും ഇത് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് വന്ന് പറയാനും കൂടി മറക്കല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നത്. ബൈ.